ആത്മബന്ധുക്കളുടെ അല്ലെങ്കിൽ രണ്ട് ശരീരവും ഒരു മനസ്സുമായി നടക്കുന്നവരുടെ വേർപിരിയല പല മൂർച്ചയുള്ള മനസ്സുകളുടെയും മുനയൊടിക്കുന്നത്. ഇവിടെയും അത് സംഭവിക്കണം. നിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന ലിക്വിഡ് ശിവരാമകൃഷ്ണൻ റെസ്റ്റ് എടുക്കുന്ന റൂമിലെ AC-യിൽ ഫിറ്റ് ചെയ്യാം. ആ ലിക്വിഡ് ബോട്ടിൽ AC-യുടെ ലീഫിൽ ഫിറ്റ് ചെയ്യുമ്പോൾ 1 മണിക്കൂറിനകം മുറി നിറയെ അതിലടങ്ങിയിരിക്കുന്ന ഒരു സ്ലോ പോയ്സൺ ഗ്യാസ് വ്യാപിച്ച് ശിവരാമകൃഷ്ണന്റെ ശ്വാസം നിലയ്ക്കും. അതല്ലേ പ്ലാൻ? അത് ഞാൻ ഏറ്റു. കറക്റ്റ്. യൂക്കാലിപ്റ്റസിന്റെ ഒരു നേരിയ മണം മാത്രമേ റൂമിലുണ്ടാവൂ. പോസ്റ്റ്മോർട്ടത്തിൽ പോലും കണ്ടുപിടിക്കില്ല. കാർഡിയാക് അറസ്റ്റ് എന്ന് രേഖപ്പെടുത്തുമ്പോ മുൻപ് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ള ശിവരാമകൃഷ്ണന്റെ മൃതശരീരം തന്നെ ആ മരണത്തെ ന്യായീകരിച്ചോളും. ശിവരാമനില്ലെങ്കിൽ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി ഇല്ല. ഇനി ഒരു പക്ഷേ ശിവരാമകൃഷ്ണന്റെ മരണം ഉറപ്പിക്കാനായില്ലെങ്കിൽ നീ ശിവരാമന്റെ രക്ഷകയായി മാറണം. നീ കാരണം ശിവരാമന്റെ ജീവൻ രക്ഷപ്പെട്ടെന്ന് എല്ലാവരും വിശ്വസിക്കണം. അത് അഖിലയെയും ആനന്ദിനെയും ബോധ്യപ്പെടുത്താൻ നിനക്കാവണം. കാലം നമുക്ക് ഓരോരോ അവസരങ്ങൾ തരും. ചിലരെ ഒഴിവാക്കാനും ചിലരെ മനസ്സിലാക്കാനും മറ്റു ചിലരെ നമ്മൾ ആരാണെന്ന് അറിയിക്കാനും. ഒന്നുകിൽ തിരശീല വീഴണം, അല്ലെങ്കിൽ കാണികൾ ഒന്നടങ്കം കൈയടിക്കണം. വെറുതെ ഒരു നാടകമാവരുത് എന്നർത്ഥം. ശിവരാമന്റെ ജീവൻ രക്ഷപ്പെടുത്തിയ കല്യാണി അഖിലാണ്ടേശ്വരിയുടെ ഹൃദയത്തിലേക്ക് കയറി പറ്റിയതെന്ന് നമുക്കിവിടെ ഒരു റെഫറൻസ് ആക്കാം. ശ്രദ്ധയോടെ വേണം ഓരോ നീക്കവും. ഇല്ലെങ്കിൽ അറിയാലോ, ടൈമിംഗ് കൃത്യമായ മാത്രം മതി. ഞാൻ ചെയ്തോളാം. ഒന്നുകിൽ ശിവരാമന്റെ രക്ഷകയായി സ്ഥാനമുറപ്പിക്കാൻ, അല്ലെങ്കിൽ ശിവരാമനെ വെള്ള പുതപ്പിച്ച് തൃച്ചംബരത്തിന്റെ നടുത്തളത്തിൽ കിടത്തി ഞാൻ. ഇതിലൊന്ന് നടന്നിരിക്കും. വെളിപ്പെടുത്തമ്മേ, വലിയൊന്നിനെ ഫോൺ വിളിച്ച് പറയാം. എല്ലാം പ്ലാൻ ചെയ്തതുപോലെ നടപ്പിലാക്കിയിട്ട് വിളിക്കും. ബെസ്റ്റ് വിഷസ്. താങ്ക് യു. ദേവി, വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഫോണിൽ ചാർജും ഇല്ലല്ലോ. സാറ് ഉറങ്ങട്ടെ, ശല്യം ചെയ്യണ്ട. ആവശ്യമുള്ളപ്പോൾ എടുത്ത് കുടിച്ചോളൂ.
അങ്കിൾ അങ്കിൾ നല്ല ഉറക്കത്തിലാണെന്ന് തോന്നുന്നു. ശിവരാമ സാറിന്റെ ജീവൻ രക്ഷിച്ചേ പറ്റൂ. ഇപ്പൊ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് ആപത്താ. ഈശ്വര, വിലാസിനി മേഡം മുന്നിലെങ്ങനെ ചെന്നപ്പെട്ടിരുന്നെങ്കിൽ കഥ കഴിഞ്ഞേനെ. ഈശ്വര, മേഡം ഇങ്ങോട്ടാണല്ലോ. ആന്റി ആന്റി ഒന്ന് വാ ആന്റി, ഒരു അത്യാവശ്യ കാര്യത്തിനാ. ഒന്ന് ഇറങ്ങി വാ പ്ലീസ് ആന്റി, ഞാൻ പറയാം. എന്താ കാര്യം? കൈ പിടിക്കാതെ കാര്യം പറ. ഈ പെണ്ണിന് ഇതെന്ത് പറ്റി? ആ കരിമീൻ കൂടി പൊള്ളിക്കാൻ പറയാ ആന്റി.
ആന്റി പറഞ്ഞ കേക്കും പ്ലീസ്. കൊതി ആയിട്ടാ അതല്ലേ. എനിക്ക് തോന്നി നീ വിളിച്ചപ്പോഴേ ഇതുപോലെ എന്തെങ്കിലും ആയിരിക്കും. അവള് കരിമീനും കൂട്ടിയെ കഴിക്കും. ശരി വാ. ഈശ്വരാ, തൃച്ചംബരത്ത് ശിവരാമൻ ഇപ്പോ അന്ത്യശ്വാസത്തോട് അടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. എങ്ങനെയെങ്കിലും ആ AC ഓഫ് ചെയ്തേ പറ്റൂ. ഈ ഗംഗയുടെ കണ്ണ് വെട്ടിച്ച് മെയിൻ സ്വിച്ച് ഓഫ് ആക്കണം. ഇനിയും വൈകിയ അത് ശിവരാമൻ സാറിന്റെ ജീവൻ ആപത്താകും. ഈശ്വര, എന്താ ഒരു വഴി? ഇതിനകത്ത് AC സ്വിച്ച് ഉണ്ടാവുമല്ലോ. ഇന്ന് ആ പൊരിച്ച മീനും കൂട്ടി ശരിക്കൊന്ന് ഉണ്ണണം. എന്തുപറ്റി ഗംഗ ഒരു ടെൻഷൻ പോലെ? അത് ഡാൻസ് അടുത്ത് വരുന്നതിന്റെ അല്ലേ ഗംഗെ? ആ അതെ, അതിന്റെ ആന്റി ടെൻഷൻ. ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇനിയും താമസിച്ച ആ ദേ ഇത് കണ്ടോ, നോക്കാൻറ്റി. ഇപ്പൊ എല്ലാവരുടെയും ശ്രദ്ധ മൊബൈലിലാ. ഈ സമയത്ത് റൂമിലേക്ക് പോയാലോ? സൂപ്പർ സ്റ്റെപ്പാ. ഈ ഡാൻസ് ഗംഗയ്ക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റും. അഖിലാണ്ടി വരുന്നു. അയ്യോ ആന്റി, 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടേ വരുള്ളൂന്ന് പറഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന്? ആ, മീറ്റിംഗ് നേരത്തെ തീർന്നു. എനിക്ക് മീറ്റിംഗ് നേരത്തെ തീർക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, ആനന്ദും അരവിന്ദും ഒന്നും അധികം സംസാരിച്ചതേയില്ല.
അധികം ചർച്ചയില്ലാതെ തീരുമാനങ്ങൾ മാത്രം എടുത്ത മീറ്റിംഗ് ആയിട്ട് മാറിയെന്ന് പറയാം. ഓ അതാണ് കാര്യം. മാഡം വന്നത് നന്നായി. സാറിന്റെ കാര്യങ്ങള് ഇനി മാഡം നോക്കിക്കോളൂല്ലോ. ദേവി, നീ കാത്തു. ഞാനിനി എങ്ങനെ റൂമിലേക്ക് പോവാ? എന്തുപറ്റി? നീ ആകെ ടെൻഷനിലാണല്ലോ. നിന്റെ മുഖമൊക്കെ നന്നായിട്ട് വേർതിരിക്കുന്നല്ലോ. ഏയ് ഒന്നുമില്ല ആന്റി, ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞതേ ഉള്ളൂ. ഓ അത് ശരി, വാ. ആന്റി, ഒരു അർജന്റ് കോള് ചെയ്യണമായിരുന്നു. സംസാരിച്ചിട്ട് വരട്ടെ. ഓ ഷുവർ. അതെ കൃഷ്ണേട്ടാ, ഒരു പ്രധാന മീറ്റിംഗ് ഇത്രയും വേഗം തീരുന്നത് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ. അതല്ല ബ്രോ, ഒരു കാര്യം ശ്രദ്ധിച്ചോ? നമ്മൾ ഇക്കൊല്ലം ബ്രാൻഡ് അംബാസിഡർ മത്സരം നടത്തുന്നതിന് ആ വിശ്വാസ് ഗ്രൂപ്പിന് എതിർപ്പൊന്നുമില്ല. വളരെ നല്ല രീതിയിൽ അവർ നമ്മളോട് പെരുമാറിയത്. അത് ഞാൻ ശ്രദ്ധിച്ചു. ഇവൻ എന്റെ കൂടെ റൂമിലേക്ക് വരാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ സംഗതി ആകെ പാളും. നമസ്കാരം ഷെഡ്ജി, ആപ് കൈസാ ഹൈ? ആരോട് പറയാനാ? കൃഷ്ണേട്ടൻ നല്ല ഉറക്കോ. ഉറങ്ങട്ടെ, നന്നായിട്ട് ഉറങ്ങിയ ക്ഷീണം അങ്ങ് മാറും. ഇതെവിടെ പോയി? ആഹാ, വെള്ളം പോലും കുടിക്കാതെയാണോ ഈ ഉറക്കം? ഞാൻ പറഞ്ഞിട്ട് പോയതാ ഇടയ്ക്ക് ഉണരുമ്പോ വെള്ളം എടുത്ത് കുടിക്കണമെന്ന്. അപ്പൊ നിന്റെ കാര്യങ്ങൾ നടക്കട്ടെ. ഇത് സേഡ്ജിയാ, സംസാരിച്ച് കഴിയുമ്പോ കുറച്ച് സമയം എടുക്കും. ഇപ്പോഴൊന്നും ഫോൺ വെക്കില്ല, നീ അങ്ങോട്ട് ചെല്ല. അല്ല, ബ്രോയോട് ചില അത്യാവശ്യ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ടായിരുന്നു. ബ്രോ സേഡ്ജിയായിട്ട് സംസാരിച്ചിട്ട് വാ, ഞാൻ ബ്രോയുടെ മുറിയിൽ വെയിറ്റ് ചെയ്യാം. അത് हेलो सेठ जी, मैं कुछ समय के बाद बुलाऊंगा. ഇതെന്താ പതിവില്ലാതെ റൂമൊക്കെ ലോക്ക് ചെയ്തിരിക്കുന്നത്? അത് ആ ജയന്തി ഓരോരോ കാര്യത്തിനായിട്ട് എന്റെ റൂമിൽ ഒന്ന് കയറുന്നുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് ഞാൻ ലോക്ക് ചെയ്തതാ. അത് നന്നായി. അല്ല, ബ്രോ സേഡ്ജിയായിട്ട് സംസാരിക്കുന്നില്ലേ? ഫോൺ കട്ടായി പോയി, എന്തോ റേഞ്ച് പ്രോബ്ലം. നിനക്കെന്തോ ഡിസ്കസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞല്ലോ. വാ, നിന്റെ റൂമിലേക്ക് പോവാം. ഈ ബ്രോയ്ക്ക് ഇതെന്ത് പറ്റി? നമുക്ക് ഈ റൂമിലിരിക്കാം ബ്രോ, റൂം വർക്ക്. എന്താ ബ്രോ, വല്ല ചുറ്റുകളി ഉണ്ടോ? ഏയ് അല്ല. കൃഷ്ണേട്ടാ, കൃഷ്ണേട്ടാ ഒന്ന് എഴുന്നേറ്റ് ഈ വെള്ളം ഒന്ന് കുടിച്ചേ. കൃഷ്ണേട്ടാ, ഇത് എന്തൊരു ഉറക്കമാ? കൃഷ്ണേട്ടാ, 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 കൃഷ്ണേട്ടാ കണ്ണു തുറക്ക്. കൃഷ്ണേട്ടാ കണ്ണു തുറക്ക് പ്ലീസ്. കൃഷ്ണേട്ടാ, അരവിന്ദ്, ആനന്ദ്, ഓടി വാ. ബ്രോ അമ്മയാണല്ലോ. കൃഷ്ണേട്ടാ, കൃഷ്ണേട്ടാ എഴുന്നേക്ക് പ്ലീസ്. കൃഷ്ണേട്ടാ, കൃഷ്ണേട്ടാ. കൃഷ്ണേട്ടാ, ഞാൻ വന്നപ്പോ തൊട്ട് വിളിക്കുന്നതാ. കൃഷ്ണേട്ട വിളി കേൾക്കുന്നില്ല. ഒന്ന് വിളിക്കടാ. അച്ഛാ, 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 അച്ഛാ കണ്ണു തുറക്കച്ചാ. അച്ഛാ, ഞാനാ വിളിക്കുന്നേ. അച്ഛാ, അമ്മ വിഷമിക്കണ്ട, ഞാൻ ഡോക്ടറെ വിളിക്കാം. അച്ഛാ, കൃഷ്ണേട്ടാ, അച്ഛാ. ഹലോ ഡോക്ടർ, ഒരു എമർജൻസി. അച്ഛൻ അൺകോൺഷ്യസ് ആയി. ഒന്ന് വേഗം വന്നിരുന്നെങ്കിൽ. അയ്യോ അയ്യോ, എനിക്ക് വയ്യല്ലോ എന്റെ ഈശ്വര. അച്ഛൻ ഞാനാ വിളിക്കുന്നേ. അയ്യോ, എന്റെ അങ്കിളിനെ പറ്റിയോന്തോ. അങ്കിളെ, അച്ഛൻ കണ്ണൂർക്ക്. അച്ഛാ, കൃഷ്ണേട്ടാ, അമ്മ എന്താ ഉണ്ടായേ? ഞാൻ വന്ന് നോക്കിയപ്പോ കൃഷ്ണേട്ടൻ ഇങ്ങനെ. കൃഷ്ണേട്ടാ, അങ്കിൾ, കൃഷ്ണേട്ടാ എഴുന്നേക്ക്. അച്ഛാ,
ഈശ്വര. അച്ഛ നോക്കിയേ, ദേ അമ്മ കരയുന്നു. അച്ഛ തുറക്ക് കൃഷ്ണ. അച്ഛ ഒന്ന് നോക്കച്ഛ. അച്ഛ കഴിഞ്ഞു എന്നാ തോന്നുന്നത്. അപ്പൊ തൃച്ചംബരത്തെ ശിവരാമന്റെ ചാപ്റ്റർ ക്ലോസ്. കൃഷ്ണേട്ട എഴുന്നേക്ക്, എഴുന്നേക്ക് കൃഷ്ണേട്ട.